അപ്പോൾ ഇന്ന് നമുക്കൊരു ഈസി ഡെക്കറേഷൻ തന്നെ നോക്കാം കേട്ടോ. 1/2 kg കേക്കാണ്, ഐസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് മോൾഡിൽ ബേക്ക് ചെയ്ത കേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം കേക്കിലേക്ക് ഡെക്കറേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കളർ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ കുറച്ച് വീതം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രീൻ കളർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഈ ഒരു ഗ്രീന് നമ്മൾ ഗാർഡൻ ഗ്രീനും യെല്ലോയും കൂടി ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ 3 ഡ്രോപ്പ് ഗാർഡൻ ഗ്രീനിലേക്ക് അതേ അളവിൽ തന്നെ 3 ഡ്രോപ്പ് ലെമൺ യെല്ലോയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. മാജിക് കളേഴ്സിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഈ ഒരു ഷെയ്ഡിൽ ഈ ഒരു ഗ്രീനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്ത് നമുക്ക് വയലറ്റ് കളറാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നമ്മുടെ പർപ്പിളും പിങ്കും കൂടെയാണ് കേട്ടോ. അപ്പം ഷുഗറിൻ്റെ ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പിങ്ക് ഒരു 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ആ ഒരു കളറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് ഡെക്കറേഷൻ കൊടുക്കാം. ആദ്യം നമുക്ക് സൈഡിലായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നോസിലൊന്നും എടുക്കുന്നില്ല. നമുക്ക് ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഗ്രീൻ കളർ നമ്മുടെ കേക്കിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് റഫായിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനായിട്ട് കിട്ടും. ഇടവിട്ടൊന്ന് കേക്കിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സൈഡിൽ ആ ഒരു ഗ്രീൻ കളറൊക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോസൽ ഡെക്കറേഷൻ കൊടുക്കാം. അപ്പോൾ എടുക്കുന്നത് BK20 ആണ് കേട്ടോ. ചെറിയ ടിപ്പ് വരുന്ന സ്റ്റാർ ടിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുക്കുന്ന കളർ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു വയലറ്റ് ആണ്. എന്നിട്ട് ചെറിയ ആ ഒരു ഫ്ലവർ ആയിട്ട് വരുന്ന ആ ഒരു ഡിസൈൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡിസൈനായിട്ടൊക്കെ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മൾ ആ ഒരു ഗ്രീൻ കൊടുത്ത എല്ലാ ഭാഗത്തും ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സൈഡിൽ ആ ഒരു ഡിസൈനൊക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പ് കൂടി നോക്കാം. അപ്പോൾ എടുക്കുന്ന നോസിൽ 101 ആണ് കേട്ടോ. പിന്നെ ക്രീം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു സെയിം വയലറ്റ് തന്നെയാണ്. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ആ ഒരു ടോപ്പിൽ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു 2-3 ഫ്ലവർ ഒന്ന് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഈ ഒരു നോസിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു റോസറ്റ് ഫ്ലവറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവർ ഒക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് കൂടി കൊടുക്കാം. അപ്പോൾ എടുക്കുന്നത് സെയിം ഗ്രീൻ കേട്ടോ. നമ്മൾ സൈഡിൽ കൊടുത്ത ഗ്രീൻ തന്നെയാണ്. എന്നിട്ട് പൈപ്പ് മേലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് എടുത്തിട്ട് ആ ഒരു ടിപ്പ് V ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ലീഫായിട്ടൊന്ന് കൊടുക്കാവേ. അപ്പോൾ ആ ലീഫ് നോസിൽ യൂസ് ചെയ്താലും മതി. ഒരു 3 ലീഫ് നമ്മൾ ഇവിടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് ആ ഒരു നമ്മൾ കേക്കിൻ്റെ സൈഡിൽ ആ ഒരു ഫ്ലവർ ഡെക്കറേഷൻ കൊടുത്തല്ല ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഗോൾഡൻ ലീഫ് കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഗോൾഡൻ ലീഫും ഒക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ കുറച്ച് ഷുഗർ ബോൾസാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ കുറച്ച് വൈറ്റ് ബോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് മീഡിയം സൈസ് വരുന്ന ബോൾസാണ് കേക്കിൻ്റെ ടോപ്പിലേക്കൊന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് തന്നെ കുറച്ചധികം സിൽവർ ബോൾസ് തീരെ ചെറിയ ടൈപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ. ബിഗിനേഴ്സിനായിരുന്നാലും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അപ്പോൾ നമുക്കിനി കേക്കിലേക്ക് നെയിം ആ ഒരു മാറ്ററൊക്കെ കൊടുക്കണമെങ്കിൽ ആ ഒരു ടോപ്പിൽ ആ ഒരു സ്പേസിൽ കൊടുത്തിട്ട് ആ ഒരു ഷുഗർ ബോൾസ് ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കേക്ക് ബോർഡിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സൈസുള്ള കേക്ക് ബോർഡ് ഒന്ന് ആ ഒരു ബേസായിട്ടൊന്ന് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളതെന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്